ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് PSCക്കായാലും അതേപോലെ UPSCക്കായാലും SSC ലെവലിലുള്ള എക്സാമിനായാലും ഏതൊരു എക്സാമിനായാലും ജനറൽ നോളജ് ഉണ്ടെങ്കിൽ അതിൽ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എപ്പോഴും നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സാണ് ഹിസ്റ്ററിയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് PSCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിനാകട്ടെ, അല്ലെങ്കിൽ LDC പോലെയുള്ള എക്സാമുകളാവട്ടെ, 10th ലെവലാവട്ടെ, +2 ലെവലാവട്ടെ, ഡിഗ്രി ലെവലാവട്ടെ, ഏതൊരു എക്സാമിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ UPSC, SSC പോലെയുള്ള എക്സാമിനും ജനറൽ നോളജ് പോർഷനിൽ, ജനറൽ പേപ്പറിൽ നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹിസ്റ്ററി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ്, അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്ന അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ പോർച്ചുഗീസുകാരെ പറ്റിയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മളെ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പോർച്ചുഗീസുകാരെ പറ്റിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണം. അതായത് നമുക്കറിയാം, നമ്മൾ വാസ്കോഡ ഗാമയെ പറ്റിയും അതിനുശേഷം വന്ന ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അൽബുക്കർക്ക്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ, അതുപോലെയുള്ള ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇവരെങ്ങനെ വന്നു എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അറിയുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ ഒരു വർഷവും അവർ ചെയ്ത കോൺട്രിബ്യൂഷൻസും ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1494 ആരംഭിക്കുന്നത്. 1494 1494 ടോർഡിസെല്ലാസ് സന്ധി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് ടോർഡെസില്ലാസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി പ്രകാരം നമുക്കറിയാം അറ്റ്ലാന്റിക് ഓഷ്യൻ നോക്കുക. നമ്മളിപ്പോൾ ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെന്ന് വിചാരിക്കാം. അറ്റ്ലാന്റിക് ഓഷ്യനെ രണ്ടായിട്ട് ഈ ട്രീറ്റി പ്രകാരം വിഭജിക്കുകയാണ്. അങ്ങനെ വിഭജിച്ചുകൊണ്ട് ഇതിൻ്റെ വെസ്റ്റ് ഭാഗത്തോട്ടുള്ള എക്സ്പ്ലോറേഷൻ, വെസ്റ്റ് ഭാഗത്തോട്ടുള്ള യാത്ര, വെസ്റ്റ് ഭാഗത്തോട്ടുള്ള ട്രേഡ് മുഴുവൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉയർന്നു വന്ന ഒരു യൂറോപ്യൻ പവറായിട്ടുള്ള സ്പെയിനിന് കൊടുക്കുകയും, അതേപോലെ തന്നെ വെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇത് നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ നീല കളർ അടിച്ച ഭാഗമാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എങ്കിൽ ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വെസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയാണ് അല്ലേ? അമേരിക്ക പോലെയുള്ള അമേരിക്കയുടെ ഭാഗങ്ങളാണ് അമേരിക്കാസ് എന്ന് പറയാം. അപ്പോൾ അമേരിക്കയുടെ ഭാഗങ്ങളൊക്കെ സ്പെയിനിന് എക്സ്പ്ലോർ ചെയ്യാൻ കൊടുക്കുകയും, അതേപോലെ ഈസ്റ്റ് ഭാഗത്ത് എന്താണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഈസ്റ്റിലാണ് ആഫ്രിക്ക, ഏഷ്യ, ഇന്ത്യ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആഫ്രിക്കയും ഭൂഖണ്ഡവും ഏഷ്യയും ഇന്ത്യയും ബ്രസീലും ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഇത് പോർച്ചുഗലിനും കൊടുത്തു. ഇതിനെയാണ് നമ്മൾ ട്രീറ്റി ഓഫ് ടോർഡെസില്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോർഡെസില്ലാസ് സന്ധി എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ലൈനിനെ, ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ ലൈനിനെയാണ്, അറ്റ്ലാന്റിക് ഓഷ്യനെ രണ്ടാക്കിയ ഈ ലൈനിനെ നമുക്ക് ടോർഡെസില്ലാസ് ലൈൻ എന്ന് പറയാം. ടോർഡെസില്ലാസ് ലൈൻ. ഈ ലൈൻ വരച്ചിരിക്കുന്നത് കേപ്പ് വേർഡയുടെ ഒരു 370 ലീഗ്സ് വെസ്റ്റിലായിട്ടാണ് ഈ ലൈന് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു എഗ്രിമെൻ്റ് സ്പെയിനും പോർച്ചുഗലുമായിട്ട് ഉണ്ടാവുകയാണ്. ഇതിന് ബ്രോക്കർ ആയിട്ട് നിന്നത് ആരാന്നറിയോ? ആ സമയത്തുണ്ടായിരുന്ന പോപ്പായിരുന്നു. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ വെസ്റ്റും ഈസ്റ്റും എന്ന് പറയുന്നത് ഒരു നോൺ ക്രിസ്ത്യൻ വേൾഡായിട്ടും, ആ നോൺ ക്രിസ്ത്യൻ വേൾഡിലേക്കുള്ള എക്സ്പ്ലോറേഷൻ ക്രിസ്ത്യൻ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന പോപ്പിൻ്റെ ഒരു മധ്യസ്ഥത്തിൽ രണ്ട് ക്രിസ്ത്യൻ ശക്തികൾ, അല്ലെങ്കിൽ ക്രിസ്തുമതം അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന സ്പെയിനും പോർച്ചുഗലിനുമായിട്ട് വിഭജിച്ച് കൊടുക്കുകയാണ്. ഇതിലൂടെ എന്താണ് പോപ്പ് ഇതിലൂടെ ഉദ്ദേശിച്ചത്? മതപ്രചാരണവും അങ്ങനെയുള്ള സംഗതികളൊക്കെ ആണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ അവരുടെ കൊമേഴ്സ് വർദ്ധിപ്പിക്കാനുമൊക്കെ ആയിട്ട് ഇങ്ങോട്ടുള്ള എക്സ്പ്ലോറേഷൻ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം
ഇതിനൊക്കെ തുടക്കമിട്ടത് എന്ന് പറയുന്നത് 1492 ഒരാളുടെ യാത്രയാണ്. എന്താണ്? 1492 ക്രിസ്റ്റഫർ കൊളംബസ് എങ്ങോട്ടേക്ക് പോകുന്നത്? ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അദ്ദേഹം അമേരിക്കയിലെത്തി. 1492 അമേരിക്കയിലെത്തുന്നു. അമേരിക്കയിലെത്തിയ സമയത്ത് ക്രിസ്റ്റഫർ കൊളംബസ് നമുക്കറിയാം, അദ്ദേഹം സ്പെയിനിലുള്ള ആളാണല്ലേ. അപ്പോൾ സ്പെയിനും പോർച്ചുഗലും തമ്മിൽ, അല്ലെങ്കിൽ സ്പെയിനും അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയും തമ്മിലൊക്കെ, സ്പെയിനും പോർച്ചുഗലും തമ്മിൽ അവർ അക്വയർ ചെയ്ത ടെറിട്ടറീസ് തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു വാക്പോരൊക്കെ നടക്കുന്ന സമയത്താണ് പോപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ട്രീറ്റി ഓഫ് ടോർഡെസില്ലാസ് വരികയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് വെസ്റ്റ് സ്പെയിനും ഈസ്റ്റ് പോർച്ചുഗലിനും എക്സ്പ്ലോറേഷന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിനെ തുടർന്നാണ് നമ്മുടെ 1498 ആര് വരുന്നത്? 1498 വാസ്കോ ഡ ഗാമ വരുന്നത്. വാസ്കോ ഡ ഗാമ വരുന്നു. വാസ്കോ ഡ ഗാമ, അദ്ദേഹത്തിൻ്റെ കൺട്രി ഏതാണ്? പോർച്ചുഗലാണ് അല്ലേ. പോർച്ചുഗലിൽ നിന്നും വാസ്കോ ഡ ഗാമ വരുന്നു. ആര് പറഞ്ഞിട്ടാണ് വരുന്നത്? അല്ലെങ്കിൽ നമുക്ക് പാട്രൺ എന്ന് പറയാം. ആരുടെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്? പോർച്ചുഗലിലെ കിങ് ആയിരുന്ന കിങ് മാനുവൽ ഒന്നാമൻ്റെ ആജ്ഞപ്രകാരമാണ് ആര് വരുന്നത്? നമ്മുടെ വാസ്കോ ഡ ഗാമ വരുന്നത്. അദ്ദേഹം 1497 ജൂലൈയിൽ ലിസ്ബണിൽ നിന്ന് പുറപ്പെടുകയും, പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് പുറപ്പെടുകയും 1498 മെയ്യിൽ എവിടെ എത്തുകയും ചെയ്തു? നമ്മുടെ കോഴിക്കോട് കാപ്പാട് എത്തുകയും ചെയ്തു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വാസ്കോ ഡ ഗാമയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി അതിനുശേഷം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അന്ന് കോഴിക്കോട്ടെ രാജാവായിരുന്ന സാമൂതിരി, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ സാമോറിൻ എന്ന് പറയാം, സാമൂതിരി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. വെൽക്കംഡ് ബൈ സാമോറിൻ എന്ന് പറയാം നമുക്ക് അല്ലേ. ബൈ സാമോറിൻ, സാമൂതിരി അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. അതിനെ തുടർന്ന് വാസ്കോ ഡ ഗാമ ഇവിടെ ഒരു 3 മാസത്തോളം താമസിക്കുന്നുണ്ട്. ഈ 3 മാസത്തെ താമസത്തിന് ശേഷം ഇവിടെ താമസിച്ച സമയത്ത് ഇവിടെ അന്ന്, അതായത് കോഴിക്കോട് അന്ന് അറബ് ട്രേഡേഴ്സൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ സ്ട്രോങ് ഓപ്പോസിഷൻ വരുന്നുണ്ട്. കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന ട്രേഡ്, സുഗന്ധ വ്യഞ്ജനങ്ങളാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, ഇതിൻ്റെയൊക്കെ ട്രേഡ് നിയന്ത്രിച്ചിരുന്നത് അറബ് വ്യാപാരികളായിരുന്നു. വാസ്കോ ഡ ഗാമ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ട്രേഡിന് മുകളിലൊരു ആധിപത്യം സ്ഥാപിക്കാൻ തുടക്കത്തിൽ തന്നെ വാസ്കോ ഡ ഗാമയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായി. ഇതിനെ തുടർന്നാണ് അറബ് വ്യാപാരികളുടെ അടുത്തുനിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നത്. 3 മാസത്തിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു വലിയ കാർഗോ പെപ്പറും അതേപോലെയുള്ള പെപ്പർ എന്ന് പറഞ്ഞാൽ കുരുമുളക്, അതേപോലെ മറ്റ് സ്പൈസസ് ഒക്കെ ആയിട്ടാണ്, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇത് പോർച്ചുഗലിലെ കമ്പോളത്തിൽ, യൂറോപ്യൻ കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ സമയത്ത് 60 ടൈംസ്, ഇവിടെ നിന്ന് വാങ്ങിയതിൻ്റെ 60 ടൈംസ് പ്രോഫിറ്റാണ് ഗാമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിർത്തേണ്ട ഒരു സംഗതിയല്ല. ഇനിയും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയൊരു കമ്പോളാണ്, തിരിച്ച് വരണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് പിന്നീട് പോർച്ചുഗീസുകാർ നേവൽ പവർ വർദ്ധിപ്പിക്കാനും, അതായത് അവരുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാനും ട്രേഡിങ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ അവരുടെ ഷിപ്പുകളിൽ എന്ത് കൂടെ കൊണ്ടുവന്നത്? കാനൺസ് അഥവാ പീരങ്കി. കാനൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരങ്കികൾ കൂടെ കൊണ്ടുവന്നത്. അതായത് കടലിലെ ആധിപത്യം സ്ഥാപിക്കുക, സമുദ്രത്തിലെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള രീതിയിലാണ് പോർച്ചുഗീസുകാർ അവരുടെ ഷിപ്പിൽ എന്തുകൂടെ കൊണ്ടുവരുന്നത്? പീരങ്കി അല്ലെങ്കിൽ കാനൺസ് കൂടെ കൊണ്ടുവരുന്നത്. ഈ ഒരു സമയത്താണ്
ഈ അറബ് ട്രേഡേഴ്സും കോഴിക്കോടുള്ള രാജാവും, അതായത് സാമൂതിരിയായിട്ടൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് അവിടെ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് പോർച്ചുഗീസുകാർ പിന്നീട് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. കൊച്ചി രാജാവും സാമൂറിനും തമ്മിൽ അതിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അതായത് കിങ് ഓഫ് കൊച്ചി സാമൂറി, അതായത് സാമൂതിരി, കാലിക്കറ്റിലുള്ള സാമൂതിരിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ കൊച്ചിനിലെ കിങ് എന്ത് ചെയ്യാണ്, നമ്മുടെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ ഹെൽപ്പ് എടുക്കുകയാണ്. പോർച്ചുഗീസുകാരോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ഈ ഹെൽപ്പ് ചോദിച്ച സമയം അതൊരു സമയമായിട്ട്, നല്ലൊരു സമയമായിട്ട് ഈ പോർച്ചുഗീസുകാർ കൺസിഡർ ചെയ്യുകയും അത് സാമൂറിനോടുള്ള, കാരണം പോർച്ചുഗീസുകാർക്ക് അവിടെ അറബികളോട് സാമൂറിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ലാതിരുന്ന ഒരു സമയത്താണ് അവർ കൊച്ചിയിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒരു നല്ല സമയമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് ഈ കൊച്ചിയിലൊരു പെർമനൻ്റ് ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അങ്ങനെ 1503 ഫസ്റ്റ് പോർച്ചുഗീസ് ഫോർട്ട് വരികയാണ്. എവിടെ? കൊച്ചിയിൽ. ഇതാരാണ് ഉണ്ടാക്കിയത്? ഇയാളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കോട്ട നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡനെയാണ് പിന്നീട് ഗവർണറായിട്ട് മാനുവൽ രാജാവ് നിയമിക്കുന്നത്. ഓക്കെ ആണല്ലോ? അതായത് 1503 കോട്ട നിർമ്മിക്കുന്നു. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ എന്തായിട്ട് നിയമിക്കുന്നു? അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണറായി നിയമിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് നിയമിക്കുന്നത് ആരാണ്? മാനുവൽ വണ്ണാണ്. അപ്പോഴും രാജാവ് മാനുവൽ ഒന്നാമൻ തന്നെയാണ്. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പോളിസിയായിരുന്നു ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ബ്ലൂ വാട്ടർ പോളിസി എന്താണ്? ബ്ലൂ വാട്ടർ പോളിസി നോക്കാം. നീലജല നയം എന്നൊക്കെ മലയാളത്തിൽ ചിലപ്പം അങ്ങനെയുള്ള പേരുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്ലൂ വാട്ടർ പോളിസി എന്ന് തന്നെ പഠിക്കുക. കാരണം ഇപ്പോഴുള്ള ഡിഗ്രി ലെവൽ എക്സാം, PSCൻ്റെ എക്സാമിലൊക്കെ നമുക്ക് ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് കറപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ മലയാളം നോക്കി നിന്നാൽ ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. ബ്ലൂ വാട്ടർ പോളിസി ഇത് കൊണ്ടുവന്ന ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ബ്ലൂ വാട്ടർ പോളിസി മറ്റൊന്നുമില്ല, ടെറിട്ടോറിയൽ കോൺക്വസ്റ്റിനേക്കാൾ ഉപരി, അതായത് ഭൂമി പിടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് അവർ നോക്കിയത് നേവൽ പവർ ഇൻക്രീസ് ചെയ്യാനായിരുന്നു. അതായത് ബ്ലൂ വാട്ടർ പോളിസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേവൽ ഡൊമിനൻസ് ആണ്. അതായത് സമുദ്രത്തിലുള്ള ആധിപത്യമാണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ സമുദ്രത്തിലുള്ള ആധിപത്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 1505 ഇവർ കണ്ണൂരിൽ, അന്നത്തെ കണ്ണാനൂർ എന്ന് പറയാം, ഒരു കോട്ട പണിയുന്നുണ്ട്. എന്തിനു വേണ്ടി? സ്ട്രോങ് നേവി ഉണ്ടാക്കാൻ വേണ്ടി. 1505 വീണ്ടും ഒരു കോട്ട പണിയാണ്. പിന്നീട് 1509 നമ്മൾ ആദ്യം കൊച്ചി കണ്ടു, പിന്നീട് കണ്ണൂർ അല്ലെങ്കിൽ കണ്ണാനൂർ കണ്ടു. അടുത്തത് 1509 ഡിയുവിലേക്ക് വരാം. ഡിയു എവിടെയാണ്? ഗുജറാത്തിൻ്റെ കോസ്റ്റിലുള്ള സ്ഥലമാണ്
DU എന്ന് പറയുന്നത്. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ തന്നെയാണ് പോർച്ചുഗീസ് കമാൻഡറായിട്ട് അപ്പോൾ ഉള്ളത്. പോർച്ചുഗീസ് കമാൻഡർ ആരാണ്? ഞാൻ ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് എഴുതുന്നതിന് പകരം കുറേ സ്ഥലത്ത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതുന്നതിന് പകരം ഞാൻ FCA എന്ന് എഴുതുകയാണ് കേട്ടോ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പകരം FCA എഴുതുകയാണ്. അപ്പോൾ പോർച്ചുഗീസ് കമാൻഡർ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ്. ഇത് നിങ്ങൾ എന്തിൻ്റെയും ഷോർട്ട് ഫോം ആയിട്ടൊന്നും വിചാരിക്കരുത്, അങ്ങനെ തന്നെ പഠിക്കണം. ഞാനിപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് FCA എന്ന് എഴുതിയതാണ്. അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡ തന്നെയാണ് ആ സമയത്തുമാരെ പോർച്ചുഗീസ് കമാൻഡർ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഓപ്പോസിറ്റിൽ ഗുജറാത്തിലെ സുൽത്താൻ ആരാണ്? ഗുജറാത്തിലെ അന്നത്തെ സുൽത്താൻ, അതേപോലെ മാംലൂക്ക് സുൽത്താൻ. മാംലൂക്ക് സുൽത്താനേറ്റ് എവിടെ ഉള്ളതാണ്? ഈജിപ്തിൽ. അതേപോലെ തന്നെ ആരുണ്ട്? സാമൂറിൻ ഓഫ് കാലിക്കറ്റ് അല്ലേ? അതായത് ഗുജറാത്തിലെ സുൽത്താൻ ഉണ്ട്, അതേപോലെ മാംലൂക്ക് രാജവംശം ഉണ്ട്, അതേപോലെ കാലിക്കറ്റിലെ സാമൂതിരിയും ആരുടെ ഓപ്പോസിഷനിലുണ്ട്? എതിരായിട്ടുണ്ട്, പോർച്ചുഗീസുകാരുടെ എതിരായിട്ടുണ്ട്. 1509 DUവിലൊരു യുദ്ധം നടക്കുകയാണ്. ഈ യുദ്ധത്തിന് കാരണമായിട്ട് വരുന്നത് 1508 ചൗൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ പുത്രനെ വധിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നത്. ഈ യുദ്ധത്തിനെയാണ് ബാറ്റിൽ ഓഫ് DU എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് DUവിൽ പോർച്ചുഗീസുകാർ ജയിക്കുകയും അവരവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ ബ്ലൂ വാട്ടർ പോളിസി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പം ബാറ്റിൽ ഓഫ് DUവിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി 1510 നമ്മൾ 1508, 1509, 1510 എത്തി. 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ഗോവ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ആൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അൽഫോൻസോ ഡി അൽബുക്കർക്കാണ്. ഈ പോർച്ചുഗീസുകാരുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യപ്പറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. മനുഷ്യപ്പറ്റ് ഉണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് അൽബുക്കർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം വരണത് ഗോവയിൽ ആദ്യം ഉണ്ടായിരുന്ന സുൽത്താൻ എന്ന് പറയുന്നത് സുൽത്താൻ ഓഫ് ബിജാപൂറാണ്. ബിജാപൂർ സുൽത്താനായിരുന്നു ആദ്യം ഗോവ ഭരിച്ചിരുന്നത്. അയാളിൽ നിന്നാണ് നമ്മുടെ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കുന്നത്. അൽബുക്കർക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗോവ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാക്കി മാറ്റാണ്. അതേപോലെ തന്നെ എവിടെയൊക്കെ കോട്ടയുണ്ട്? അപ്പോൾ ഗോവയിൽ കോട്ട പണിഞ്ഞു. അതോടെ ഗോവയിലുണ്ട്, കൊച്ചിനിലുണ്ട്, കണ്ണാനൂറിലുമുണ്ട് എന്ത്? ഇവരുടെ പോർച്ചുഗീസുകാരുടെ കോട്ട. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് കാർത്താസ് സിസ്റ്റം എന്ന് പറയുന്നത്. കാർത്താസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പാസ്സാണ്. അതായത് ഇന്ത്യൻ ഷിപ്പിനൊക്കെ സമുദ്രത്തിൽ ഒരു പാസ് കൊടുക്കുകയാണ്. എന്തിന്? സമുദ്രത്തിലൂടെ പോകുന്നതിന് ഒരു പാസ് കൊടുക്കുകയാണ്. അതിനാണ് കാർത്താസ് സിസ്റ്റം. പോർച്ചുഗീസുകാർ കുറിച്ച് ബാക്കി എല്ലാവരെയും രണ്ടാം കിടക്കാരാണ്. സമുദ്രത്തിൽ പോർച്ചുഗീസുകാരാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊരു ഒരു പാസ് കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ കടത്തി വിടൂ എന്നുള്ള രീതിയിൽ ഒരു പാസ് കൊടുക്കുകയാണ്. അതാണ് കാർത്താസ് സിസ്റ്റം. അതൊരു മാൻഡേറ്ററി പാസ്സാണ് ഫോർ ഇന്ത്യൻ ഷിപ്സ്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യമാണ്, അദ്ദേഹം ഇവിടെ നിന്നുള്ള കല്യാണം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നതിന് വേണ്ടി മിക്സ്ഡ് മാരേജസ് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ 1530 ആയപ്പോഴത്തേക്കും ഗോവ പോർച്ചുഗീസുകാരുടെ ക്യാപിറ്റലായിട്ട് മാറുന്നു. അതായത് ആദ്യം കൊച്ചിയായിരുന്നു ക്യാപിറ്റൽ. അവരാദ്യം ബേസ് ഉണ്ടാക്കിയത് കൊച്ചിയിലായിരുന്നു. പിന്നീട് അത് ഗോവയിലേക്ക് മാറുകയാണ്.
1535 ബാറ്റിൽ ഓഫ് ഡിയു കഴിഞ്ഞ് ഡിയു കംപ്ലീറ്റ് ആയിട്ട് പോർച്ചുഗീസുകാർ അക്വയർ ചെയ്യാണ്. ഡിയു നമ്മൾ പറഞ്ഞു ഗുജറാത്തിലാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവ് എന്ന് പറയുന്നത് ബഹദൂർ ഷാ എന്ന് പറയുന്ന ഒരാളായിരുന്നു. നമ്മൾ സുൽത്താൻ ഓഫ് ഗുജറാത്ത് കണ്ടു. അദ്ദേഹം ബഹദൂർ ഷാ എന്ന് പറയുന്ന ഒരു സുൽത്താനായിരുന്നു. അദ്ദേഹത്തിന് കോൺസ്റ്റൻറ്റ് ത്രെട്ട് ഉണ്ടായിരുന്നു. എവിടെ നിന്ന്? മുഗൾ രാജവംശത്തിൻ്റെ അടുത്തുനിന്ന്, മുഗളന്മാരുടെ അടുത്തുനിന്ന് ഈ ബഹദൂർ ഷായ്ക്ക്, സുൽത്താൻ നമ്മുടെ അവസാനത്തെ മുഗൾ രാജാവല്ല, ഗുജറാത്തിലെ സുൽത്താനായിരുന്ന ബഹദൂർ ഷായ്ക്ക് ഒരു കോൺസ്റ്റൻറ്റ് ത്രെട്ട് മുഗൾ രാജവംശത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബഹദൂർ ഷാ എന്ത് ചെയ്തു? നമ്മുടെ പോർച്ചുഗീസുകാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിലെ ഡിയു പോർച്ചുഗീസുകാരെ എടുക്കുന്നത്. അതിനുശേഷം ഡിയുവിലവിടെ അവർ ഫോർട്ട് പണിയുന്നുണ്ട്. ഡിയു എവിടെയാണ്? ഗൾഫ് ഓഫ് ക്യാമ്പയിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. നിങ്ങൾ മാപ്പിൽ നോക്കുക ഡിയു എവിടെയാണെന്നുള്ളത്. അതിനുശേഷം 1559 നമ്മൾ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗത്ത് നമ്മൾ ദാമൻ ആൻഡ് ദിയു എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ദാമൻ ഓൾസോ പാർട്ട് ഓഫ് പോർച്ചുഗീസായി മാറുന്നുണ്ട്. ഇതും സുൽത്താനേറ്റിൻ്റെ, ഗുജറാത്തിലെ സുൽത്താൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഡാമൻ ആയാലും. അതും ഈ മുഗൾ എക്സ്പാൻഷൻ പേടിച്ച് പോർച്ചുഗീസുകാരുടെ ഹെൽപ്പ് തേടുന്ന സമയത്ത് പോർച്ചുഗീസുകാർ ഇതും അക്വയർ ചെയ്യുന്നുണ്ട്. ഇനി 1579 വരാം. 1579 പോർച്ചുഗീസുകാർ ഒരു ജെസ്യൂട്ട് മിഷനെ അക്ബറിൻ്റെ കോർട്ടിലേക്ക് വിടുന്നുണ്ട്, ടു അക്ബേഴ്സ് കോർട്ട്. അതെന്താണെന്ന് വെച്ചാൽ അക്ബർ ഈ മതങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അക്ബറിൻ്റെ പോളിസീസൊക്കെ എന്ന് പറയുന്നത് റിലീജിയസ് ടോളറൻസ് ആയിരുന്നു. അദ്ദേഹം ഒരു ടൗൺ നിർമ്മിച്ചിട്ടുണ്ട്, ഫത്തേപൂർ സിക്രി. അവിടെ എല്ലാ മതങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇബാദത്ത് ഖാന, ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വേൾഡിലുള്ള എല്ലാ റിലീജിയൻസിനെ പറ്റിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്ബർ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് ഗോവയിൽ നിന്ന് 2 മിഷണറിമാരെ അയക്കണമെന്ന് അക്ബർ പോർച്ചുഗീസുകാരോട് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ജെസ്യൂട്ട് പാതിരിമാർ, ജെസ്യൂട്ട് ഫാദേഴ്സായിട്ടുള്ള ഫാദർ അന്റോണിയോ മോൺസെററ്റെ, അതേപോലെ ഫാദർ ഫ്രാൻസിസ്കോ ഹെൻറിക്കസ്, ഈ 2 ഫാദേഴ്സ് അക്ബറിൻ്റെ കോർട്ടിലേക്ക് വരികയാണ്. അക്ബറിനെ മതം മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ അക്ബർ നല്ല പണ്ഡിതനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ മതങ്ങളെക്കുറിച്ചും അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മതം മാറാനൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരാജയപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അക്ബറിനെ മതം മാറ്റാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 1595 ആകുമ്പോഴത്തേക്കും ഏകദേശം പോർച്ചുഗീസ് പവർ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ആവുന്നുണ്ട്. ആയിരത്തി 1632 മുഗൾ ഗവർണറായിരുന്ന ഇസ്ലാം ഖാൻ പോർച്ചുഗീസുകാരെ അറ്റാക്ക് ചെയ്ത് ഇവർ ഹൂഗ്ലിയിൽ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ഇവരുടെ ബേസിൽ നിന്ന് ഇവരെ എക്സ്പെൽ ചെയ്യാണ് ഉണ്ടായത്. എക്സ്പെൽ ചെയ്തു. ആയിരത്തി 1663 ആകുമ്പോഴത്തേക്ക് പോർച്ചുഗീസ് പവറിൻ്റെ ഒരു എൻഡ് വരികയാണ്. അതായത് ബംഗാളിൽ നിന്ന്
ആണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂഗ്ലിയിൽ ഇസ്ലാം ഖാൻ്റെ ഒരു അറ്റാക്കോട് കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ യൂറോപ്യൻസ് വരുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ പോർച്ചുഗീസിന് ശേഷം അതിനുശേഷം ഡാനിഷുകാർ വരുന്നുണ്ട്. അതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അപ്പം പോർച്ചുഗീസുകാരുടെ ഒരു എന്താ പറയുക, ഒരു പവറും അവരുടെ ഒരു ചരിത്രവും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൽ 4-5 പേരുകൾ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം. ഫസ്റ്റത്തെ രാജാവിൻ്റെ പേര് മാനുവൽ I എന്നുള്ളതാണ്. പിന്നീട് വാസ്കോഡ ഗാമ വരുന്നു, ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരുന്നു, അതിനുശേഷം അൽബുക്കർക്ക് വരുന്നു. പിന്നെ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത് അൽമേഡയുടെ ഒരു എന്താ പറയുക ഒരു പോളിസിയായിരുന്നു. അതിനുശേഷം കാർട്ട സിസ്റ്റം കൊണ്ടുവരുന്നത് അൽബുക്കർക്കാണ്. അതേപോലെ മിക്സ്ഡ് മാരേജസും കൊണ്ടുവരുന്നത് അൽബുക്കർക്കാണ്. ഇത്തരം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ ബാറ്റിൽ ഓഫ് ഡിയു ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പോർച്ചുഗീസുകാരെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ കിട്ടും. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡെയിൻസും ഇംഗ്ലീഷുമാണ്, അതായത് ഡെയിൻസും ബ്രിട്ടീഷുകാരെയും കവർ ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു 2-3 ക്ലാസ് കൊണ്ട് അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ് കഴിയും. അതിനുശേഷം നമ്മൾ അടുത്ത ഹിസ്റ്ററി പോർഷനിലേക്ക് കടക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ, ഏതെങ്കിലും പറഞ്ഞ കാര്യം മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ക്ലാസ്, ഏതെങ്കിലും ടോപ്പിക്സ് ഡിഫിക്കൽട്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ക്ലാസ്സുകൾ കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. PSCക്കും UPSCക്കും ഒക്കെ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.